അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അന്നമൻ വലായദഹു വലാ ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു. അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരുവൻ കൈകൊണ്ട് തൊട്ടാൽ ഡൽഹിയിൽ പോയി പറഞ്ഞു കൊടുക്കണം, ഉമ്മത്തെ ഇത് 2.5 വയസ്സുള്ള പെൺകുട്ടിയെ വലിച്ചു കീറിയിട്ട് രക്തത്തിൽ കുളിപ്പിച്ച കാമപ്രാന്തന്മാരുടെ ലോകത്ത് ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ ചെറുപ്പക്കാരാ? ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നമൻ വലായദഹു, ഒരുത്തൻ ഒരു കൈവച്ചു പോയാൽ, ഒരു അനുവദനീയമല്ലാത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരുത്തൻ കൈവച്ചു പോയാൽ, ബിശഹ്വത്തിൻ വികാരത്തോടെ ഒന്ന് തൊട്ടുപോയാ നിസ്കരിക്കുന്ന ഉമ്മത്തെ പഠിച്ചോ, ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ പഠിച്ചോ, മുഹറമിന്റെ നോമ്പ് പിടിക്കാൻ കൊതിക്കുന്ന ഉമ്മത്തെ പഠിച്ചോ, വികാരത്തോടെ കൈകൊണ്ട് ഒരു അന്യസ്ത്രീയെ ഒന്ന് തൊട്ടുപോയാൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരുന്നതാണ്, മഅലൂലത്തൻ യദഹു ഇലാ ഉനുഖിഹി, 2 കൈയും ഇങ്ങനെ മലക്കുകള് പിരടിയിലിട്ടിട്ട് ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ആ കൈ നിവർത്താൻ അല്ലാഹു സമ്മതിക്കൂല. ഒരു അന്യസ്ത്രീയുടെ ശരീരത്തിലൊന്ന് തൊട്ടതിന് പകരമാണ്, ഒരു അന്യസ്ത്രീയുടെ ശരീരത്തിലൊന്ന് തൊട്ടതിന് പകരമാണ് 2 കൈയവന്റെ പിരടിയിൽ കെട്ടിയിട്ട് അല്ലാഹുവേ അവനെ കൊണ്ടുവരുമെന്ന് ലോകത്തൊരു വാക്കുപോലെ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, തീരാത്ത ഹദീസുകളാണ്, ഞാൻ വളരെ ചുരുക്കി ഇന്ന് അവസാനിപ്പിക്കാം. ഫൈൻ ഖബ്ബലഹാ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഹലാലല്ലാത്ത, അവന് അനുയോജ്യമല്ലാത്ത, അവന് ഹലാലല്ലാത്ത, അവന്റെ ഭാര്യയല്ലാത്ത ഒരു അന്യസ്ത്രീയുടെ മുഖത്തൊരു ചുംബനം കൊടുത്താൽ, ഇന്ന് ചുംബനത്തിന്റെ കാലമല്ലേ, പ്രൈങ്കിസിന്റെ കാലമല്ലേ, വാട്സപ്പിലൂടെ ചെറുപ്പക്കാരൻ കെഞ്ചുന്നില്ലേ, ഒരു മുത്തം താമോളെ, ഞാൻ നിന്റെ കരളല്ലേ, ഞാൻ നിന്റെ മലരല്ലേ, ആദ്യം തന്നാ ഞാൻ തരാമെന്ന് നാണവും മാനവുമില്ലാതെ പറയുന്ന, തലയിൽ പട്ടമിട്ട് പടത്തവനെ പറ്റിക്കുന്ന പെണ്ണേ, പർദ്ദയിട്ട് അല്ലാഹുവിനെ പറ്റിക്കുന്ന പെണ്ണേ, ആദ്യം തന്നാൽ ഞാൻ ചുംബനം തിരികെ തരാമെന്ന് വാശിയോടെ നിബന്ധന വെക്കുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ടോ. ഇത് പറയാതെ പോകാൻ എനിക്ക് കഴിയില്ല ഉമ്മത്തെ. ഈ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ കാലത്ത് എത്ര ചുംബനങ്ങളാണ് പാതിരാ സമയത്ത് ഹറാമിന്റെ കൂത്തരങ്ങുകളായി അരങ്ങേറുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ ചുംബനം നടത്തിപ്പോയാൽ ഖുരുവത്തു ശഫതാഹു ഫിന്നാർ, ഖുരുവത്തു ശഫതാഹു ഫിന്നാർ, അവന്റെ 2 ചുണ്ടുകള് അല്ലാഹുവിന്റെ സബാലിയത്തിന്റെ മലക്കുകൾ വെട്ടിമുറിച്ച് നരകത്തിലെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. വേണോ ചെറുപ്പക്കാരാ? ഈ വേണമെങ്കിൽ പൊയ്ക്കോ, ഷോപ്പിംഗ് മാളിൽ പൊയ്ക്കോ, പൂരപ്പറമ്പിൽ പൊയ്ക്കോ, മ്യൂസിയത്തിൽ പൊയ്ക്കോ, കന്നുകാലികളെ പോലെ നടുനീളം നടന്നിട്ട് ദേശങ്ങൾക്ക് ചുംബനം കൊടുത്തോ, സുന്ദരിമാർക്ക് ചുംബനം കൊടുത്തോ, പെൺകുട്ടികൾക്ക് ചുംബനം കൊടുത്തോ. എന്നിട്ട് അല്ലാഹുവിന്റെ കോടതി വന്നിട്ട് ഇങ്ങനെ 2 കൈ എങ്ങനെ പിടലിൽ കെട്ടിട്ട് സബാലിയത്തിന്റെ മലക്കിന്റെ മുമ്പ് തലകുനിച്ചിരുന്നു. അല്ലാഹുവേ, ഈ പാവപ്പെട്ട മക്കളെ കാക്കണയല്ലോ, ഞങ്ങളെ കാക്കണയല്ലോ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഇബ്ലീസിന്റെ മുന്നിൽ അടിതെറ്റി വീടുന്നതിനേക്കാൾ ആവേശത്തോടെ അവിടെ നിന്ന് സടകുടം എഴുന്നേറ്റിട്ട്, ഇല്ല ഒരിക്കലും ഞാൻ ആ ഇബ്ലീസിന് പിടികൊടുക്കൂല എന്ന് പറയുന്ന ആൺകുട്ടികളായിട്ട് മാറണേ എന്റെ പള്ളുരുത്തിയിലെ ചെറുപ്പക്കാരാ. അവിടാണ് പൊന്നുമോനെ അള്ള തരുന്ന മനോഹരമായ ഹദീറത്തുൽ ഖുദ്സ് എന്ന കൊട്ടാരത്തിന്റെ കവാടം അള്ള തുറന്നിട്ടിരിക്കുന്നത് എവിടെയാണ്? അല്ലാഹുവിന്റെ സർവ്വ സമ്മാനങ്ങളും അവിടെയാണ്, അല്ലാഹുവിന്റെ സർവ്വ സ്വീകരണങ്ങളും അവിടെയാണ്. തീർന്നില്ല മോനെ, നാളെ പടച്ചോന്റെ കോടതിയിൽ നിന്നെ കൊണ്ടുവരുമ്പോ അവൻ വ്യഭിചരിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവന്റെ തുടയാണ് അവിടെ സംസാരിക്കുന്നത്. നാവ് അവിടെയും കള്ളമേ പറയുള്ളൂ, നാവ് അവിടെയും കള്ളമേ പറയുള്ളൂ. പക്ഷെ അവന്റെ കാലിന്റെ തുടയുണ്ടല്ലോ, ആ തുട സംസാരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നവന്റെ 2 കൈകള്, അവന്റെ 2 കാലുകള്, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അവന് സാക്ഷിയാകുന്നതാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോ അള്ള പറയുന്നത് എന്തെന്നറിയോ? അവനെ പിടിക്കുക,
അവനെ പിടിക്കുക, അവനെ പിടിക്കുക, അവനെ പിടിക്കുക. സവാരിയത്തിന്റെ മലക്ക് വന്ന് പിടിക്കും. ഉമ്മ നോക്കി നിൽക്കുകയാ. മട്ടാഞ്ചേരിയിലെ പള്ളുരുത്തിയിലെ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കളൊക്കെ നോക്കി നിൽക്കുമ്പോ നിന്നെ പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയും, ഫഖദിസ്തസ്ദവല ബി, എനിക്ക് ഭയങ്കര ദേഷ്യം വരികയാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അലാമൻ കല്ലഹയാഉ, ഈ ലജ്ജയില്ലാത്തവനെ ഓർക്കുമ്പോ എനിക്ക് ദേഷ്യം വരികയാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞാൽ പിന്നെ ആരാണ് രക്ഷപ്പെടുത്തുക? പിന്നെ ആരാണ് രക്ഷപ്പെടുത്തുക? പിന്നെ ആരുമില്ല ഉമ്മത്തെ. പിന്നെ നമ്മൾ തോറ്റുപോയല്ലോ, പിന്നെ നമ്മൾ പരാജയപ്പെട്ടു പോയല്ലോ, പിന്നെ നമ്മുടെ ജീവിതം അവസാനിച്ചു.